ഓഗസ്റ്റ് 15-ന് ബിഗ് ബോസ് അഗ്നിപരീക്ഷ തുടങ്ങുക. എന്തോത്തിന്? ഇത്തവണ തീ പാറും. ആരൊക്കെയാന്നറിയാമോ? റിയാസ്, അഖിൽമാരാര്, രഞ്ജിനി. അവര് ജഡ്ജസ് ആണ്. കഴിഞ്ഞ തവണത്തെ കണക്ക് ഉള്ള ബിഗ് ബോസ് നടത്താനാണെങ്കിൽ എന്ത് ഗുണമാണ് ഉള്ളത്? കഴിഞ്ഞ തവണ അനുമോക്ക് കിട്ടി. അതിന് മുമ്പ് കിട്ടിയതാരാ? ജിൻഡോ. ബെസ്റ്റ് അതെന്തൊരു ആൾക്കാർ. സംസാരമാ? പിന്നെ അനുമോക്ക് വോട്ട് കിട്ടിയിട്ടല്ലയോ അവള് ജയിച്ചത്? അനുമോക്ക് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ഡിസർവിംഗ് ആണെന്ന് നമുക്കും കൂടെ തോന്നണ്ടേ? വോട്ടൊരു മാനദണ്ഡം ആവുമ്പോ അതെങ്ങനായാലും അവരെ ജയിപ്പിച്ചല്ലേ അത് പി ആർ പറ്റത്തുള്ളൂ. വെച്ച് വർക്ക് ചെയ്തിട്ട് ജയിച്ച്. അല്ല എന്ത് പറയുന്നത്? അതിന് മുമ്പ് ജയിച്ച ഒരു ജിൻഡോ എവിടെ? ജിൻഡോ എവിടെ? എന്തായാലും അഗ്നിപരീക്ഷ തുടങ്ങട്ടെ. നല്ല കിടിലൻ ജഡ്ജസാ. രഞ്ജിനി, റിയാസും കൂടെ തീ പാറും. പിന്നെ അഖിൽമാരാന് മാത്രമേ ഉള്ളൂ ഇച്ചിരി കുഴപ്പം. അയ്യോ, രഞ്ജിനിയും മറ്റേ റിയാസും മാത്രമേ തീ പാറിക്കത്തുള്ളൂ. അഖിൽമാരും തീ പാറിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നത്. അത്രയ്ക്കുള്ള കഴിവൊന്നുമില്ല. എന്നാ പിന്നെ എല്ലാ തവണയും ചലഞ്ചർ ആയിട്ട് എന്തിനാ റിയാസിനെ തന്നെ കൊണ്ടുവരുന്നത്? റിയാസ് ചലഞ്ചർ ആയോണ്ടല്ല, അവൻ ബെസ്റ്റ് ചൊറിയനാണ്. നല്ല ചൊറിയൻ പുഴു ആയോണ്ടാണ് അവനെ കൊണ്ടുവരുന്നത്. അല്ലാതെ അവൻ മറ്റേ ബെസ്റ്റ് ചലഞ്ചർ ആയിട്ടൊന്നും അല്ല. അവൻ ചൊറിയുമ്പോഴത്തേക്ക് അത് വീഴാൻ ആൾക്കാരുണ്ടല്ലോ, അതാണ് അവന്റെ വിജയം. വീണോ വീണില്ലയോ, ഈ അഗ്നിപരീക്ഷയ്ക്കകത്ത് രഞ്ജിനിയുടെ കാര്യം ഓക്കെ, അഖിൽമാരാറിന്റെ കാര്യം ഓക്കെ, റിയാസിന് എനിക്ക് അത്ര അങ്ങോട്ട് ഇത് ഇഷ്ടമല്ല. അവൻ അത്ര ഡിസേർവിംഗ് ആയിട്ട് ഒരു ജഡ്ജും അല്ല. അവന്റെ എത്ര പേർക്ക്, ഈ ഞാൻ മാത്രമല്ലല്ലോ, എത്രയോ അഭിപ്രായമുള്ളവരുണ്ട്. റിയാസ് അതിനകത്ത് അത്ര അങ്ങോട്ട് ഒരു നല്ല ജഡ്ജ് ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുവാ റിയാസിന് അഖിൽമാരാർ കുഴപ്പം? റിയാസിന് ഇത്രയും കുഴപ്പമുണ്ടെങ്കിൽ അവൻ എല്ലാ തവണയും ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഞാൻ വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് അതിന്റെ ഉത്തരം നേരത്തെ തന്ന. റിയാസ് ബെസ്റ്റ് ചൊറിയനാണ്. ആ ചൊറിഞ്ഞോണ്ട് മാത്രമാണോ അത്ര എത്തിയേ? അത് വിട്ടാരെ. അഖിൽമാരാറിന് ഒരു കുഴപ്പമില്ല, അവന് ചൊറിയില്ലല്ലേ? അഖിൽമാരാറിന് ചൊറിയുണ്ടോ ചൊറിയില്ല എന്നുള്ളതല്ല, അഖിൽമാരാറ് നല്ല ജഡ്ജ് തന്നെയാണ്. അതുകൊണ്ടാണ് അഗ്നിപരീക്ഷയിൽ വന്നത്. എന്തുകൊണ്ട് വേറെ ആരും വന്നില്ല? വേറെ ആരും വന്നില്ലെന്ന് പറഞ്ഞാൽ സാബുമോൻ കോമഡി കുക്സിലായി പോയി, അതുകൊണ്ട് സാബുമോൻ വന്നില്ല. അല്ലെങ്കിൽ സാബുമോൻ വരുമായിരുന്നു. സാബുമോ മാത്രമേ ഉള്ളൂ? എന്നാ പിന്നെ എത്രയോ ഫാൻസ് ഉള്ള ആളായിരുന്നു അനീഷ് എന്താണ് ജഡ്ജിങ് പാനലിൽ വരാഞ്ഞത്? അനീഷിന് വേറെ എന്തെങ്കിലും അസൗകര്യവും കാണും. പിന്നെ കോമഡി കുക്സിനകത്ത് അനുമോളും ഉണ്ടായിരുന്നു, സാബുമോൻ ഉണ്ടായിരുന്നു. സാബുമോൻ നല്ല ജഡ്ജ് തന്നെയാണ്. ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ഒരിക്കലും ഡിസേർവിംഗ് അല്ലാതെ വിന്നർ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. ഒട്ടും ഡിസേർവിംഗ് അല്ല വിന്നർ ആയിട്ടുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. മണിക്കുട്ടൻ, അത് കഴിഞ്ഞിട്ട് ദിൽഷ, ജിൻഡോ, അനുമോള്. ഈ ബിഗ് ബോസ് നടന്ന 7 സീസണുകളിൽ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. സാബുമോനും അഖിൽമാരാറും മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നും ഡിസേർവിംഗ് ആയിട്ട് കിട്ടിയവരല്ല. അവരൊന്നും ഈ പറയുന്ന എന്തോ PR വർക്കിന്റെ പരിപാടിയിൽ ലാസ്റ്റ് മിനിറ്റ് ജയിച്ചു പോയ ആൾക്കാരാണ്. അന്നേരം പിന്നെ ആരായിരുന്നു അനുമോടെ സീസണിൽ ജയിക്കേണ്ടത്? അത് ഇവര് പറയട്ടെ.